മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് കേൾക്കാറില്ലേ? അതാണ് കോൺഗ്രസിൽ സംഭവിച്ചത്. പുനഃസംഘടന ഇതാ നടക്കാൻ പോകുന്നു. ദില്ലിയിൽ യോഗം ചേരുന്നു, എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ഇതാ പ്രഖ്യാപനം ഉടനുണ്ടാകും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണം. അങ്ങനെ കോൺഗ്രസിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കണം. അതാണ് ലക്ഷ്യം എന്നാണ് നേരത്തെ വളരെ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെയും പുനഃസംഘടന നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവസാനം ഒരു പട്ടിക തയ്യാറാക്കി KPCC നേതൃത്വം ദില്ലിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് അത് ഒരു നീണ്ട പട്ടികയാണ്, ഇത്തരം ജംബോ ലിസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞ് അതുപോലെ മടക്കി വെക്കാൻ പറഞ്ഞു ഹൈക്കമാൻഡ്. അവസാനം വീണ്ടും പോയി ചർച്ച ചെയ്ത് തീരുമാനമായിട്ട് വാ എന്നാണ് പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തോട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റുമാരെ മാറ്റുന്ന കാര്യം, 4 DCC പ്രസിഡന്റുമാർ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളെയും മാറ്റും എന്നൊക്കെയായിരുന്നു ആദ്യം മുതൽ പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാകുന്നത്. ഓരോ MPമാരും ഓരോ DCC പ്രസിഡന്റുമാർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടത്. അതുകൊണ്ട് നീണ്ടു പോവുകയാണ് പുനഃസംഘടന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 2 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് ഇനി പുനഃസംഘടന നടക്കാൻ സാധ്യതയില്ല എന്ന് കോൺഗ്രസിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്കാര്യം പറയുകയും ചെയ്തു. KPCC പുനഃസംഘടനയും അതേപോലെ തന്നെ DCC പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്, അതിനൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനും KPCC പ്രസിഡന്റും കൂടി ഡൽഹിയിൽ പോയി, അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. മുതിർന്ന നേതാക്കളാണ്, MPമാർ. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ 2 ദിവസം എടുത്ത് അവരുമായിട്ട് വിശദമായി സംസാരിച്ചു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. ഇനിയിപ്പോൾ അത് ക്രോഡീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കും. അല്ലല്ല, അതല്ല ഒരു സംഘടനാപരമായ കാര്യങ്ങളാണ്. ഞാനത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അതിനകത്ത് ഒരു അനൗചിത്യമുണ്ട്. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K. സുധാകരനെ മാറ്റുക എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആദ്യ അജണ്ട. അതിൽ അദ്ദേഹം വിജയം കണ്ടു. തുടക്കത്തിൽ KPCC പ്രസിഡന്റായി K. സുധാകരൻ വരുന്ന ഘട്ടത്തിൽ രണ്ടുപേരും വളരെ ഐക്യത്തോടു കൂടിയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്താണ് KPCC ഓഫീസിൽ പത്രക്കാരെ കണ്ടത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി. പരസ്യമായാണ് പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചത് K. സുധാകരൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച്. എല്ലാവരും കേട്ടതാണ്, ലോകം മുഴുവൻ കേട്ടതാണ്. അതോടുകൂടിയാണ് രണ്ടുപേരും 2 തട്ടിലേക്ക് മാറിയത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ കണക്കൊന്നും K. സുധാകരൻ KPCC ഓഫീസിൽ വെച്ചില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ പിരിക്കും, ഞാൻ നടത്തും, ആരാണ് ചോദിക്കാൻ എന്ന നിലപാടാണ് എല്ലാ കാലത്തും K. സുധാകരൻ സ്വീകരിക്കാറുള്ളത്. അതുതന്നെ KPCC ഓഫീസിലും അദ്ദേഹം നടപ്പാക്കാൻ നോക്കി. അതിനെ ചോദ്യം ചെയ്തു VD സതീശൻ. അതോടുകൂടി രണ്ടുപേരും 2 വഴിക്കായി. അങ്ങനെയാണ് K. സുധാകരനെ മാറ്റുന്നത്. പ്രതിപക്ഷ നേതാവുമായി യോജിച്ചു പോകുന്നില്ല K. സുധാകരൻ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് K. സുധാകരന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കുന്നത്. എന്നിട്ടും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുകയാണ്. കാര്യങ്ങളൊന്നും സുഗമമായി മുന്നോട്ട് പോകുന്നില്ല. പുനഃസംഘടന നടക്കുന്നില്ല. നിർവാഹക സമിതി ഇതുവരെയും രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ മാസങ്ങളായി നടക്കുന്നു. അവസാനമാണ് ദില്ലിയിൽ പോയത് ജംബോ കമ്മിറ്റിയും കൊണ്ട്. അത് പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് പറയുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് DCC പ്രസിഡന്റുമാരുടെ നിയമനം നടക്കുന്നില്ല. മാറ്റണം എന്ന് ആവശ്യപ്പെട്ടവരുണ്ട്, മാറ്റണ്ട എന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. ചില മുതിർന്ന നേതാക്കൾക്ക് അവരുടെ ശിങ്കിടി തന്നെ അവരുടെ ജില്ലയിൽ പ്രസിഡന്റായി നിൽക്കണം, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം അവർ നടത്തുന്നു. അതുകൊണ്ട് DCC പ്രസിഡന്റുമാരുടെ മാറ്റവും മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും നടക്കില്ല എന്നർത്ഥം. അത് വ്യക്തമായി പറയുകയാണ് VD സതീശൻ ചെയ്തത്.